ഇന്നിപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. വേറെ നല്ല തറവാട്ടിൽ വിരുന്നാണ്. വിരുന്ന് വന്നു കഴിഞ്ഞാൽ നേരത്തെ വരലാണ് ഞാൻ. പക്ഷേ ഇപ്രാവശ്യം നേരം വൈകി, അതുകൊണ്ട് തന്നെ അമ്മായി ബിരിയാണി ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജ്യൂസ് അടിക്കാനാണ്, അപ്പോൾ അത് ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. മമ്മൂനെ നോക്കിയപ്പോൾ നമുക്ക് ഓവയ്ക്കും ഓറഞ്ച് മിക്സ് ചെയ്തില്ല. എന്താ വെറൈറ്റി. ഇനിയിപ്പോൾ ലാസ്റ്റ് പരിപാടി മീൻ ഫ്രൈ ആക്കല്. ഇതാകുമ്പോൾ മീൻ തിന്നുകയും ചെയ്യാം, ഫ്രൈ ആവുകയും ചെയ്യുമല്ലോ. ഇനിയിപ്പോൾ ചോറ് എടുക്കാൻ നേരമായപ്പോൾ ബിരിയാണി ചെമ്പൊക്കെ ഞാൻ പൊട്ടിച്ച് മിക്സ് ചെയ്ത് അങ്ങോട്ട് ചോറ് എടുക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കും. എന്നെപ്പോലെ തന്നെ ഇയാളും വെയിറ്റ് ചെയ്യണം കേട്ടോ. ആളപ്പോൾ 18 പ്രസവം മാഷല്ല. ചിക്കൻ ബിരിയാണിയും മറക്കി ഫ്രൈയും കച്ചമ്പറും അച്ചാറും എല്ലാം കൂടി തെങ്ങി കൂടി കഴിച്ച് മത്തായി കുറച്ചേരം എല്ലാവരും വർത്താനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഓഫർ വന്നിരിക്കണം ആങ്ങളുടെ വകട്ടെ. എല്ലാവർക്കും കൂടി കറങ്ങാൻ പോകുന്നതും ട്രാവലറിൽ എട്ടപാതിക്ക് കഥപാതി എല്ലാവരും ചാടി കയറി കേട്ടോ. എങ്കിലും പോകേണ്ടത് ആർക്കും ഒരു പിടുത്തില്ല. ഓരോരുത്തരും ഓരോ സ്ഥലം പറയുമ്പോൾ അയ്യോ അവിടേക്ക് എപ്പോഴും പോകണല്ലേ, അയ്യോ അത് ഇത്രയും ദൂരല്ലേ എന്നൊക്കെ. അങ്ങനെ ലാസ്റ്റ് പറഞ്ഞൊരു സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് വേറെ എവിടെ നിന്നും തൊട്ടൊരു തഴിക്കോട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ കുത്തിച്ചാടി പറഞ്ഞു. അതൊന്നും തൽക്കാലം ഇപ്പോൾ നിങ്ങൾക്ക് കാണണ്ട. അപ്പോൾ അത് ഇവിടെ എത്തിയതിനും എല്ലാവരും ചാടി ഇറങ്ങി ഓടുന്നുണ്ട്. വെച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കട കണ്ടു കഴിഞ്ഞാൽ ഒരു അടി പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് കൊല്ലട്ടെ. അത് മേടിക്കാണ്ട് അങ്ങനെ നെല്ലിക്കയും മാങ്ങയൊക്കെ മേടിച്ച് വഴി നീളം ഇങ്ങനെ തിന്ന് പോവുക. എന്തോ അങ്ങനെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാ. അവിടെ എത്തിയതും പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലായി. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ചീനവലയിൽ കുറച്ച് മീൻ കിട്ടിയിട്ടാ. അതൊന്നും കാണിക്കാൻ പറ്റില്ല, ബിക്കോസ് എൻ്റെ ഫോണിൽ ചാർജിലായിരുന്നു. ഈ ചീനവല പൊന്നിക്കാൻ ഇതുവരെയും കണ്ടില്ല. അതും കുറച്ച് നേരം കണ്ട് ജസ്റ്റ് സൂര്യാസ്തമയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് വീട്ടിൽ കൊണ്ട് പോകുന്നിട്ടാ. അതിൻ്റെ ഇടയിൽ നൈസായിട്ട് ചായ